السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لكل أمة جعلنا منسكا هم ناسكوه فلا ينازعنك في الأمر وادع إلى ربك إنك لعلى هدى مستقيم. وإن جادلوك فقل الله أعلم بما تعملون. الله يحكم بينكم يوم القيامة فيما كنتم فيه تختلفون. ألم تعلم أن الله يعلم ما في السماء والأرض إن ذلك في كتاب إن ذلك على الله يسير. ويعبدون من دون الله ما لم ينزل به سلطانا وما ليس لهم به علم وما للظالمين من نصير. وإذا تتلى عليهم آياتنا بينات تعرف في وجوه الذين كفروا المنكر يكادون يسطون بالذين يتلون عليهم آياتنا. قل أفأنبئكم بشر من ذلكم النار وعدها الله الذين كفروا وبئس المصير. صدق الله العلي العظيم. الحمد لله رب العالمين. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധ ഖുർആൻ നമ്മയൊക്കെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബുൽ ആലമീനായ കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വചനങ്ങൾ ഏറ്റവും ശരിയായ രൂപത്തിൽ ഗ്രഹിക്കുവാൻ, അതിൻ്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പടച്ചറബിന് സ്വീകാര്യമാവുന്ന, തൃപ്തിപ്പെടുന്ന രൂപത്തിൽ ജീവിക്കുവാനും പടച്ചറബ് നമ്മെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. റഹ്മാൻ റബ്ബേ, നിൻ്റെ വിശുദ്ധമായ വാക്യങ്ങൾ പഠിക്കുവാൻ വേണ്ടി, മനസ്സിലാക്കുവാൻ വേണ്ടി, പകർത്തുവാൻ വേണ്ടി ഞങ്ങൾ നടത്തുന്ന ഈ അധ്വാന പരിശ്രമങ്ങളെ സ്വീകരിക്കണമേ റബ്ബേ. ഇതിനു വേണ്ടി പല രൂപത്തിൽ സഹായിച്ച് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും ത്യാഗ പരിശ്രമങ്ങളെ അർഹമായ പ്രതിഫലം നൽകി നീ സ്വീകരിക്കണമേ നാഥ. നിൻ്റെ വിശുദ്ധമായ കലാം പഠിക്കുവാൻ വേണ്ടി, മനസ്സിലാക്കുവാൻ വേണ്ടി
ഇവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്ന ഈ സദസ്സിനെ നീ പ്രത്യേകമായി അനുഗ്രഹിക്കണമേ അല്ലാ. സൂറ അൽ ഹജ്ജിലെ 66 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ പ്രപഞ്ചത്തിൽ അവൻ സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന അപാരമായ ചില അനുഗ്രഹങ്ങളിലേക്ക് മനുഷ്യർക്ക് വേണ്ടി നമുക്ക് വേണ്ടി അവൻ ഒരുക്കി തന്നിരിക്കുന്ന സംവിധാനങ്ങളെ സംബന്ധിച്ച് ചിന്ത ഉണർത്തുന്ന, അതിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്ന ആയത്തുകളായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ വന്നത്. എന്നിട്ട് അവസാനം പറഞ്ഞു വച്ചത്, ഈ അല്ലാഹു നിങ്ങളെ ഇപ്പം ജീവിപ്പിച്ചവൻ അവനാണ്. വഹുവല്ലദീ അഹ്യാക്കും സുമ്മ യുമീതുക്കും സുമ്മ യുഹ്യീക്കും. നിങ്ങൾക്ക് ഇപ്പോൾ ജീവൻ നൽകിയത് അവനാണ്. നിങ്ങളെ വീണ്ടും അവൻ മരിപ്പിക്കും, വീണ്ടും അവൻ പുനരുജ്ജീവിപ്പിക്കും. ഇന്നൽ ഇൻസാന ലകഫൂർ, നിശ്ചയമായും മനുഷ്യൻ കടുത്ത നന്ദികേട് കാണിക്കുന്നവനാണ് എന്ന് പറഞ്ഞിട്ടാണ് അവസാനിപ്പിച്ചത്. ഒട്ടേറെ അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടും അതിന് പടച്ചറബിൻ്റെ കൽപ്പനകൾ മാനിക്കാതെ അവനോട് നന്ദികേട് കാണിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് എന്ന് സൂചിപ്പിച്ചിട്ടാണ് അത് അവസാനിപ്പിച്ചത്. തുടർന്ന് 67 മുതൽ 72 വരെയുള്ള ആയത്തുകളാണ് ഇവിടെ പാരായണം ചെയ്തത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസകൻ ഹും നാസികൂഹ് فلا ينازعنك في الأمر وادع إلى ربك إنك لعلى هدى مستقيم. 67-ാമത്തെ ആയത്ത്. ലികുല്ലി ഉമ്മത്തിൻ, എല്ലാ ഓരോ ഉമ്മത്തിനും സമുദായത്തിനും, ജഅൽന മൻസകൻ, നാം നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്, ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, ആക്കിയിട്ടുണ്ട്. മൻസക്കൻ, ഒരു ആരാധനാക്രമം എന്ന് പറയാം, ഒരു അനുഷ്ഠാനം എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഇബാദത്ത് എന്നും അതിന് വിശാലമായിട്ട് പറയാവുന്നതാണ്. മൻസക്കൻ. ഹും നാസികൂഹു, അവർ, ആ ഓരോ വിഭാഗവും അത് അനുഷ്ഠിച്ചു പോരുന്നു. നാസികൂഹു എന്ന് പറഞ്ഞാൽ അവരത് നാസിക്കൂൻ, അനുഷ്ഠിക്കുന്നവരാണ്. ഹു, അതിനെ എന്ന് പറഞ്ഞാൽ ഈ ഓരോ ഉമ്മത്തും അവരവർക്ക് നിശ്ചയിക്കപ്പെട്ട അനുഷ്ഠാനം അല്ലെങ്കിൽ ആരാധനാക്രമങ്ങൾ അല്ലെങ്കിൽ ആ ഇബാദത്ത്, ആ ശരീഅത്ത് ഫോളോ ചെയ്യുന്നവരാണ്, അത് അനുഷ്ഠിച്ചു വരുന്നവരാണ്. ഫലാ യുനാസിഉന്നക ഫിൽ അംർ, അതിനാൽ ലാ യുനാസിഉന്നക, താങ്കളോട് തർക്കത്തിൽ ഏർപ്പെടേണ്ടതില്ല, കലഹിക്കേണ്ടതില്ല. ആര്? എന്തിൽ? ഫിൽ അംർ, ഈ കാര്യത്തിൽ അനുഷ്ഠാനങ്ങളുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ ഈ ദീനിൽ, മതത്തിൽ എന്നൊക്കെ പറയാം. താങ്കളോട് അവർ കലഹിക്കേണ്ടതില്ല. വദ്ഉ ഇലാ റബ്ബിക്, താങ്കൾ ചെയ്യേണ്ടത് താങ്കളുടെ റബ്ബിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുക, ക്ഷണിച്ചുകൊണ്ടിരിക്കുക, ദഅവത്ത് തുടർന്നുകൊണ്ടിരിക്കുക. ഇന്നക ലഅല ഹുദൻ മുസ്തഖീം, തീർച്ചയായും താങ്കൾ ലഅല ഹുദൻ മുസ്തഖീം, നേരായ സന്മാർഗത്തിൽ തന്നെയാണ്, വളവ് ഒട്ടുമില്ലാത്ത സന്മാർഗത്തിൽ തന്നെയാണ് താങ്കളുള്ളത് എന്നാണ് അവിടെ പറഞ്ഞു വച്ചിരിക്കുന്നത്. നേർക്കുനേരെ അഭിസംബോധന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. അത് നമുക്കറിയാവുന്നതുപോലെ അവിടെ മക്കയിൽ പലതരത്തിൽപ്പെട്ട ആരോപണങ്ങൾ ഇസ്ലാമിനെതിരിൽ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന നേരമാണ്. ആ ആരോപണങ്ങളുടെ കൂട്ടത്തിൽ കുറച്ച് മുമ്പേ വരെ നമ്മൾ ചർച്ച ചെയ്തൊരു കാര്യമുണ്ട്, ബലിയുമായി ബന്ധപ്പെട്ടാണ്. ബലിയെ സംബന്ധിച്ച് തെറ്റായ ധാരണകളാണ് അവർ വെച്ചു പുലർത്തിയിരുന്നത്. ബലിമാംസം തിന്നാൻ പാടില്ല, അതിൻ്റെ മാംസവും രക്തവുമൊക്കെ അത് കഅബയിൽ കെട്ടിത്തൂക്കുകയും അതിൻ്റെ ചുമരുകളിലൊക്കെ പുരട്ടുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതി അവർ സ്വീകരിച്ചിരുന്നു. അത് തിരുത്തുകയാണ് ഖുർആൻ. അതാണ് കഴിഞ്ഞ കുറച്ച് ആയത്തുകളിൽ നേരത്തെ നമ്മൾ പറഞ്ഞത്. അതിലേക്ക് കണക്ട് ചെയ്തുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. അതല്ല, ബലിക്രമത്തെ സംബന്ധിച്ച് മാത്രമല്ല, മൊത്തം ആരാധനാകർമ്മങ്ങൾ, അനുഷ്ഠാനങ്ങളൊക്കെ
എല്ലാ വിഭാഗത്തിനും അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. ലിക്കുല്ലി ഉമ്മത്തിൻ ജഅൽന മൻസകൻ ഹും നാസിക്കു. അത് മാത്രം സ്വതന്ത്രമായിട്ട് എടുത്തു നോക്കുക. എല്ലാ ഓരോ ഉമ്മത്തിനും ഒരു അനുഷ്ഠാനക്രമം അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. അവരെല്ലാവരും അതത് അനുഷ്ഠാനക്രമങ്ങൾ ആചരിച്ചു പോരുന്നു എന്നർത്ഥം. ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ ഓരോ പ്രവാചകനും അദ്ദേഹത്തിൻ്റെ ആ പ്രവാചകൻ്റെ കൂടെയുള്ള ആൾക്കൂട്ടവും എന്നാവാം, എങ്കിൽ ആ കാലഘട്ടത്തിലെ ജനതയും എന്നാവാം. അതല്ല, ഏത് തലമുറയുമാവാം. പ്രവാചകൻ വരണം എന്നില്ല, ഓരോ തലമുറക്കും എന്നാവാം. അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു ജനവിഭാഗത്തിന് എന്നൊക്കെ ആവാം ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ. ഇവിടെ കൂടുതൽ സാധ്യതയുള്ളത് ഓരോ പ്രവാചകൻ്റെയും അനുചരന്മാർക്ക് ലിക്കുല്ലി ഉമ്മത്തിൻ ഓരോ അനുഷ്ഠാനങ്ങൾ നാം നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് മനസ്സിലാക്കാവുന്നതുപോലെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, മില്ലത്തു ഇബ്രാഹിം, അദ്ദേഹത്തിൻ്റെ അനുഷ്ഠാനങ്ങളുണ്ട്. അദ്ദേഹം ആ ജനതയോട് പറഞ്ഞ ആരാധനാ കർമ്മങ്ങളുണ്ട്, ശരീഅത്തുണ്ട്. അവിടെ അവർ ഇന്ന രൂപത്തിലൊക്കെ എല്ലാ കാര്യത്തിലും പറയുന്നത് ആ കാലഘട്ടത്തിൽ അവരനുവർത്തിക്കേണ്ട ജീവിതക്രമം ഇന്നതാണ് എന്ന് പറഞ്ഞു കൊടുക്കും. അത് തന്നെ ആവൂല പിന്നീട് വന്ന മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ചിട്ടുണ്ടാവുക, വ്യത്യാസം ഉണ്ടാവും. അതിനുശേഷം പിന്നീട് വന്ന ഈസ അലൈഹി സ്വലാത്തു വസ്സലാം അതേ ക്രമമല്ല പഠിപ്പിക്കുക, വ്യത്യാസങ്ങളുണ്ടാവും. അടിസ്ഥാനത്തിൽ മാറ്റമില്ല. എന്താ അടിസ്ഥാനം? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്നുള്ളതാണ് ആദർശം, അടിത്തറ എന്ന് പറയുന്നത്. അതിൽ മാറ്റമില്ലാതെ അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആരാധനാ കർമ്മങ്ങളിൽ ഇത് അംഗീകരിക്കുന്നതിലൂടെ ഒരു മനുഷ്യൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഒക്കെ വിശദമായ വിവരങ്ങളിൽ വ്യത്യാസങ്ങളുണ്ടാവും. അത് കാലത്തിനനുസരിച്ച് ആ പ്രദേശത്തെ ജനങ്ങളുടെ രീതി അനുസരിച്ച് ഒക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. അങ്ങനെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് കൊടുത്ത അതേ രൂപത്തിലുള്ള ഒരു ശരീഅത്ത് അല്ല മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനതയ്ക്ക് കൊടുത്തിട്ടുണ്ടാവുക. കുറേ മാറ്റങ്ങളുണ്ടാവും. അത് ആ മാറ്റങ്ങൾക്ക് കാരണം ആ പ്രദേശം, ആ കാലഘട്ടം, ആ ജനങ്ങൾ, അവരുടെ സ്വഭാവം ഒക്കെ വെച്ചിട്ട് ഉള്ള മാറ്റങ്ങളാണ്. പക്ഷേ നേരത്തെ കൊടുത്ത അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു റിവൈസ്ഡ് ആയിട്ടുള്ള പരിഷ്കരിച്ച ഒരു പതിപ്പാണ് മൂസവി ശരീഅത്ത് എന്ന് പറയുന്നത്. വീണ്ടും അതിൻ്റെ ഒരു പരിഷ്കാരം ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിൽ കാണാം. അങ്ങനെ അവസാനമായിട്ടുള്ള ഒരു എഡിഷനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നൽകിയത്. ഇനി മാറാനില്ല. എന്താണെന്നറിയാം, അതിൻ്റെ ഒരു പ്രത്യേകതയും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റ് പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ കുറേ പരിമിതികളുണ്ട്. ആ പ്രവാചകന്മാരുടെ പ്രദേശത്ത് മാത്രം ഒതുങ്ങിപ്പോവും പലരുടെയും പ്രബോധനം. എന്താണെന്ന് വെച്ചാൽ അത് മറ്റ് സ്ഥലങ്ങളിലേക്ക് എത്തിക്കാൻ വളരെ പ്രയാസമാണ്. ഇങ്ങനെ ഒരു പ്രവാചകൻ അവിടെ ജീവിക്കുന്നുണ്ടെന്ന് ഒരു പക്ഷേ എത്രയോ അറിയാത്ത ആളുകൾ പല ഭാഗങ്ങളിലും വേറെ ഉണ്ടാവും. അതുകൊണ്ട് അവിടത്തേക്കൊക്കെ വേറെ വേറെ പ്രവാചകന്മാർ അള്ളാഹു നിശ്ചയിക്കും. ഇന്നങ്ങനെയല്ല. നമ്മൾ ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ സംവിധാനത്തിൽ നമ്മളുള്ളത്. മൊത്തം ആഗോള ഗ്രാമമാണ്. ഒരു ഗ്രാമത്തിൽ എന്ത് സംഭവിച്ചോ അത് ലോകം മുഴുവൻ ഒരേ സമയം അറിയാൻ, കാണാൻ, കേൾക്കാൻ ഒക്കെ കഴിയുന്ന വിധത്തിലുള്ള സംവിധാനമുള്ള ഈ കാലഘട്ടത്തിലെ പ്രവാചകൻ ആരാ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അദ്ദേഹത്തിൻ്റെ ലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ശരീഅത്തിൻ്റെ അന്തിമമായ രൂപം അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു, അങ്ങനെ ചെയ്യുമ്പോൾ എന്താ വേണ്ടിയിരുന്നത്? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുവന്ന ആ ശരീഅത്ത് കാലഹരണപ്പെടും. കാരണം പിന്നീട് കാലങ്ങൾ കുറേ കഴിയുമ്പോൾ വമ്പിച്ച മാറ്റങ്ങൾ ആളുകൾക്ക് ജീവിതക്രമത്തിലൊക്കെ വന്നിട്ടുണ്ടാവാം. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് പരിഷ്കരിച്ചുകൊണ്ട് അള്ളാഹു കൊണ്ടുവന്നതാണ് പിന്നീട് വന്ന മറ്റ് പ്രവാചകന്മാരുടെ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടേത്, ഈസ അലൈഹി സ്വലാത്തു വസ്സലാം, അങ്ങനെ വന്നതാണ്. ഇനി പരിഷ്കരിക്കപ്പെടാനില്ല. ഇതാ അവസാനത്തെ ശരീഅത്ത് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണ്. അപ്പോൾ ചെയ്യേണ്ടിയിരുന്നത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്ത് അല്ലെങ്കിൽ ശരീഅത്ത് പിൻപറ്റിയ ആളുകൾ കുറേ കാലം കഴിയുമ്പോൾ ആളുകൾക്ക് തന്നെ പല പോരായ്മകൾ അനുഭവപ്പെടുമ്പോൾ അങ്ങനെ കൊണ്ടു നടക്കുമ്പോഴാണ് മൂസാ നബി വരുന്നത്. പക്ഷേ ചില ആളുകൾ എന്ത് ചെയ്തു? അത് അംഗീകരിച്ചില്ല, അതിൽ ഉറച്ചു നിന്നു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് ഇങ്ങനെ കുറേ കാലഹരണപ്പെട്ടപ്പോൾ ഈസ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് കൃത്യമായിട്ട് കാര്യങ്ങളെ ശരിയായ രൂപത്തിലേക്ക് വീണ്ടും കൊണ്ടുവരുന്നു, വഴിപിഴച്ചു പോയ ആളുകളെ. അപ്പോൾ ചില ആളുകൾ ഞങ്ങൾ മൂസയുടെ ആളുകളാണ്, ഈസയെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ രണ്ടുപേരും അംഗീകരിക്കാതിരിക്കുകയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. ഇതിനെല്ലാം പരിഷ്കരിച്ച രൂപമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ എന്താ അള്ളാഹു പറയാണ്, ഓരോരുത്തർക്കുണ്ട്
വ്യത്യസ്തമായ ആരാധനാക്രമങ്ങൾ അവരത് അനുഷ്ഠിച്ചു പോരുന്നു എന്ന് പറഞ്ഞാൽ അതൊക്കെ ശരിയാന്നല്ല. നമ്മൾ പറയാറുണ്ടല്ലോ, വിശുദ്ധ ഖുർആൻ അല്ലാഹു പറയുന്നുണ്ട്, ലക്കും ദീനുക്കും വലിയ ദീൻ. മക്കയിൽ മുശ്രിക്കുകൾ വന്നിട്ട് പ്രവാചകൻ്റെ അടുത്ത് കുറേ നിർദ്ദേശങ്ങൾ വെക്കുകയാണ്. നീ ഇതാ ഇന്ന കാര്യങ്ങളൊക്കെ അംഗീകരിച്ച് നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോവാം. ഞങ്ങൾ ആരാധിക്കുന്നവയെ കുറച്ച് കാലം നീ ആരാധിക്കുക, നിൻ്റെ ദൈവത്തെ ഞങ്ങളും ആരാധിക്കാം എന്നൊക്കെ അവർ കൃത്യമായിട്ട് പറഞ്ഞു. ലാസ്റ്റ് ലക്കും ദീനുക്കും വലിയ ദീൻ. അഡ്ജസ്റ്റ്മെൻറ്റ് ഇതിലില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ എന്ന് പറഞ്ഞാൽ അത് ശരിയാന്ന് നടത്തത്തില്ല, അത് നിങ്ങൾ ആചരിച്ചോ. പക്ഷേ കൂട്ടിക്കലർത്തുന്ന പരിപാടി ഉണ്ടല്ലോ, സർവമത പരിപാടി, അതില്ല. ലക്കും ദീനുക്കും വലിയ ദീൻ. എനിക്ക് എൻ്റെ ആദർശം ശുദ്ധമായിട്ട് ഞാനത് പ്രബോധനം ചെയ്യും, അതനുസരിച്ച് ജീവിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ളത് അത് കൊണ്ടു നടക്കുകയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. ലക്കും ദീനുക്കും വലിയ ദീൻ. അതുപോലെ അത് ശരിയായിട്ടല്ല അങ്ങനെ പറയുന്നത്, മറിച്ച് അത് അങ്ങനെയാണ്, അനുഷ്ഠിക്കുവാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. അതിവിടെ പറയാണ്, ലിക്കുല്ലി ഉമ്മത്തിൻ ജഅൽന മൻസകൻ ഹും നാസിക്കുഹു. വേറെ സ്ഥലത്ത് എന്താണ്, ശിറഅതൻ വ മിൻഹാജ, സൂറത്തുൽ മാഇദയിൽ പറയുന്നുണ്ട്. അവരിൽ ഓരോരുത്തർക്കും പ്രത്യേകമായ ശരീഅത്ത്, മാർഗം അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ടെന്ന്. എന്നിട്ട് പറയാണ്, ഫലാ യുനാസിഉന്നക ഫിൽ അംർ. അതുകൊണ്ട് അവർ താങ്കളുടെ നേരെ കലഹിക്കാൻ വരേണ്ടതില്ല. ഫിൽ അംർ, ഈ കാര്യത്തിൽ, അനുഷ്ഠാനത്തിൻ്റെ കാര്യത്തിൽ. നേരത്തെ പറഞ്ഞ ഒരു സംഗതിയിലേക്ക് കണക്ട് ചെയ്താൽ പെട്ടെന്ന് നമുക്ക് കോണ്ടെക്സ്റ്റ് മനസ്സിലാവും. എന്താണെന്ന് വെച്ചാൽ അവിടെ ബലികർമ്മവുമായി ബന്ധപ്പെട്ട ചർച്ചയാണ്. നേരത്തെ ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് ബലിമാംസം ഭക്ഷിക്കുന്നില്ല എന്നൊക്കെയാണ്. സത്യവിശ്വാസികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് മാംസം, ഭക്ഷ്യയോഗ്യമായ മാംസം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പേരിൽ അറുക്കപ്പെട്ടതാണ്, ചത്തത് കഴിക്കാൻ പാടില്ല. അതുപോലെ തന്നെ അള്ളാഹു അല്ലാത്ത ആളുകളുടെ വിഗ്രഹങ്ങളുടെ പേരിൽ ബലിയർപ്പിക്കപ്പെടും, കഴിക്കാൻ പാടില്ല. വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി, ഇത് കർശനമായ നിർദ്ദേശം. ഇതിനെ ചോദ്യം ചെയ്തു വരും. മക്ക മുശ്രിക്കുകൾ പറയുകയാണ്, ഇത് വളരെ ഒരു പ്രത്യേകമായ വാദം അവരുടെ. എന്താ അവരുടെ വാദം അനുസരിച്ച് പറയുകയാണ്, ചത്തത് കഴിക്കാൻ പറ്റില്ല പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? നിങ്ങൾ അറുക്കുന്നത് നിങ്ങൾക്ക് തിന്നാം, പക്ഷേ ദൈവം അറുക്കുന്നതാണ് ചത്തത് എന്ന് പറഞ്ഞാൽ അവർ പറയുക, വാദമാണ്. ദൈവം അറുക്കുന്നതാണ് ചത്തുപോയ കാര്യമെന്ന്. ദൈവം അറുത്തത് നിങ്ങൾക്ക് തിന്നാൻ പറ്റില്ല, നിങ്ങൾ അറുക്കുന്നത് തിന്നാൻ പറ്റും. ഇതെന്താ? ഏറ്റവും കൂടുതൽ തിന്നാൻ യോഗ്യം ദൈവം അറുക്കുന്നല്ലേ എന്ന് അവർ ഒരു കുതന്ത്രമായ അല്ലെങ്കിൽ ഒരു കുരുട്ട് ബുദ്ധിയിലുള്ള ചോദ്യമാണ്. അതുപോലെ തന്നെ അവർ ചോദിച്ച ചോദ്യമാണ്, അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ബലിയർപ്പിക്കുന്ന കാര്യം എന്തുകൊണ്ട് കഴിക്കാൻ പറ്റില്ല? ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ആ ചോദ്യങ്ങളുമായി വരുന്ന സമയത്ത് പറയാണ്, ഫലാ യുനാസിഉന്നക ഫിൽ അംർ. ഇങ്ങനെ അവർ വന്നിട്ട് കലഹിക്കേണ്ട കാര്യമില്ല. അള്ളാഹു ഓരോരുത്തർക്കും ഇതാണ് നിങ്ങൾക്ക് നൽകപ്പെട്ട ആരാധനാക്രമം. ഏത്? ചത്തത് തിന്നാൻ പാടില്ല, അതുപോലെ തന്നെ മറ്റ് വിഗ്രഹങ്ങളുടെ പേരിൽ ബലിയർപ്പിക്കപ്പെട്ടത് തിന്നാൻ പാടില്ല എന്നൊക്കെ അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിച്ച. അതിനോട് തർക്കിക്ക് അങ്ങോട്ട് വരണ്ട. താങ്കൾ എന്ത് ചെയ്യണം? വദു ഇലാ റബ്ബിക്. ഈ തർക്കങ്ങൾക്ക് നിൽക്കുകയല്ല വേണ്ടത്. താങ്കളുടെ പ്രബോധന പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുക. വദു, താങ്കൾ വിളിക്കുക, ഇലാ റബ്ബിക്, താങ്കളുടെ നാദങ്കിലേക്ക്. നമുക്ക് വളരെ കൃത്യമായ പാഠമുണ്ട്. അത് അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാത്രമല്ല, നമുക്കൊക്കെ ഉണ്ട്. ഇന്ന് എന്തെല്ലാം വാദങ്ങളാണ് പറയുന്നത്. ഇപ്പറഞ്ഞ ഈ ബലിയുമായി ബന്ധപ്പെട്ട വാദം അന്ന് തീർന്നു ഞങ്ങൾ വിചാരിച്ച്, ഇന്നുണ്ട്. ബലിയെ വളരെ പുച്ഛത്തോടുകൂടി തള്ളുന്ന ആൾക്കാരുണ്ട്, വളരെ മോശമായി വികൃതമായി ചിത്രീകരിക്കുന്നുണ്ട്. ഈ ബലി മാത്രമല്ല, ഇസ്ലാമിലെ പലതരത്തിൽപ്പെട്ട ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും, ചേലാകർമ്മത്തെ വളരെ മോശമായിട്ട് ആളുകൾ പറയുന്നില്ലേ, പലതും പറയുന്നുണ്ട്. അവരോട് തർക്കിക്കാൻ പോണ്ട. ഉദു ഇല റബ്ബിക്, താങ്കളുടെ റബ്ബിലേക്ക് താങ്കൾ വിളിക്കുക, ക്ഷണിക്കുക. ഇന്നക ല അല ഹുദൻ മുസ്തഖീം. ഇത് ഉറപ്പങ്ങൾക്ക് ഉണ്ടായാൽ മതി, താങ്കൾ ശരിയായ വഴി തന്നെയാണ്. അവർ പറയും നിങ്ങൾ കാടന്മാരാണ്, നിങ്ങൾ 6-ാം നൂറ്റാണ്ടിലെ ആളുകളാണ്, ഈ കാലഘട്ടത്തിന് യോജിക്കാത്തവരാണ്, ശാസ്ത്രത്തിന് വിരുദ്ധരാണ് എന്നൊക്കെ പലതും പറയും. അള്ളാഹു പറയുന്നത് എന്താ അറിയോ? ഇന്നക ല അല ഹുദൻ മുസ്തഖീം. തീർച്ചയായിട്ടും താങ്കൾ ഏറ്റവും ശരിയായ വഴിയിലാണുള്ളത്. അതുകൊണ്ട് ഈ ശരിയായ വഴിയിലേക്കുള്ള പ്രബോധന പ്രവർത്തനം തുടർന്നു കൊള്ളുക എന്നുള്ള കൃത്യമായ പ്രഖ്യാപനമാണ് ഖുർആൻ നൽകുന്നത്. ഇനി പറയും നോക്ക്, വഇൻ ജാദലൂക ഫഖുലില്ലാഹു അഅലമു ബിമാ തഅമലൂൻ. ഇനിയും അവർ താങ്കളോട് തർക്കിക്കാൻ വരിക എന്ന് വിചാരിക്കുക. അവർ വഇൻ ജാദലൂക, താങ്കളുടെ അടുത്ത് തർക്കിക്കാൻ വരികയാണെങ്കിൽ ഫഖുൽ, പറഞ്ഞേക്ക്, ഇങ്ങനെ പറഞ്ഞാൽ മതി. എന്താ പറയേണ്ടത്? അല്ലാഹു അഅലമു ബിമാ തഅമലൂൻ. അല്ലാഹു അഅലം, അല്ലാഹുവിനെ ഏറ്റവും നന്നായിട്ട് അറിയുന്നവനാണ് അല്ലാഹു.
ബിമാ തഅമലൂൻ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് അള്ളാഹുവിനറിയാം. ഏറ്റവും നന്നായിട്ട് അള്ളാഹു അറിയുന്നുണ്ട്. അത് പറഞ്ഞേക്ക്, വേറെ വർത്തമാനത്തിൽ നിൽക്കണ്ട. നമ്മളിങ്ങനെ അവർ ശാസ്ത്രീയമായിട്ട് തന്നെ മുട്ടുകുത്തിച്ച് അവർ നേരായാൻ പോകുന്നുണ്ടോ? ഇല്ല. സത്യാന്വേഷണത്തിന് വേണ്ടിയുള്ള സംവാദമല്ല അവർ നടത്തുന്നത്. നമ്മൾ മനസ്സിലാക്കുക, സംവാദം വേണ്ടാന്നൊന്നും ഖുർആൻ പറയൂല, സംവാദമൊക്കെ ആവാം. പക്ഷേ ഈ കുതർക്കങ്ങളുണ്ടല്ലോ, കുരുട്ടു വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഈ തർക്കം, അതെന്തിനാണെന്നറിയോ? സത്യം മനസ്സിലാക്കാനല്ല, മറിച്ച് സത്യാന്വേഷികൾക്കെതിരായിട്ട് എന്തൊക്കെ കൊണ്ടുവെക്കാൻ പറ്റുമോ അതിനെ സംബന്ധിച്ചുള്ള അന്വേഷണമാണ്. സത്യത്തെ തകർക്കാനുള്ള വഴികളാണ് അവർ അന്വേഷിക്കുന്നത്, അല്ലാതെ സത്യം മനസ്സിലാക്കാൻ വേണ്ടിയുള്ള വഴികളല്ല. കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവരുടെ മുമ്പാകെ എത്ര തന്നെ സുന്ദരമായിട്ട് ഇന്നതാണ് ഞങ്ങൾ പറയുന്നത്, ഇതാണ് ഇസ്ലാമിൻ്റെ തത്വം മനോഹരമായിട്ട് പ്രമാണസഹിതം നിങ്ങൾ വിശദീകരിച്ചിട്ടും കാര്യമില്ല എന്നാണ് പറയുന്നത്. നോക്ക്, ഖുർആൻ പറയുന്നത് ഫഖുൽ, അവരോട് ഇങ്ങനെ പറഞ്ഞേക്ക്, അല്ലാഹു അഅലമു ബിമാ തഅമലൂൻ, പടച്ച റബ്ബ് ഏറ്റവും നന്നായിട്ട് അറിയുന്നുണ്ട് ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച്. വീണ്ടും പറയുന്നു, അല്ലാഹു യഹ്കുമു ബൈനകും യൗമൽ ഖിയാമത്തി ഫീമാ കുൻതും ഫീഹി തഖ്തലിഫൂൻ, നിങ്ങൾ ഭിന്നിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ അല്ലാഹു യഹ്കുമു ബൈനകും, അല്ലാഹു നിങ്ങൾക്കിടയിൽ ഹക്കമ യഹ്കിമു എന്ന് പറഞ്ഞാൽ വിധി കൽപ്പിക്കുകയാണ്, വിധി തീർപ്പ് കൽപ്പിക്കും. യഹ്കുമു അല്ലാഹു വിധി തീർപ്പ് കൽപ്പിക്കും നിങ്ങൾക്കിടയിൽ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ. ഫീമാ കുൻതും ഫീഹി തഖ്തലിഫൂൻ, നിങ്ങൾ ഇഖ്തലഫ ഭിന്നിച്ചുകൊണ്ടിരിക്കുന്ന, വ്യത്യസ്തമായ വീക്ഷണങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാര്യത്തിലൊക്കെ അല്ലാഹു നിങ്ങൾക്കിടയിൽ അന്ത്യനാളിൽ വിധി കൽപ്പിക്കും. അവിടെ കാത്തുന്നു, നമ്മുടെ ഈ തർക്കം തീരൂല. കുറച്ച് മുന്നേ പറഞ്ഞില്ലേ, ഈ സത്യനിഷേധികൾ അവരുടെ ലാ യസാലു ഫി മിരിയത്തിൻ, ഈ സംശയം തുടർന്ന് അത് അവസാനിക്കൂല. അന്ത്യനാൾ വരുന്നത് വരെ ഇവരുടെ സംശയം തീരുകയില്ല എന്ന് കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ അവിടെ പറയുന്നത്. ഇവർ തർക്കിച്ചുകൊണ്ടേയിരിക്കും. അത് സത്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ല, സത്യം മനസ്സിലാക്കാൻ വേണ്ടി ചോദിക്കുന്ന ആളുകൾക്ക് കാര്യം പറഞ്ഞാൽ അയാൾക്ക് ഉൾക്കൊള്ളാം, തള്ളിക്കളയാം. ഇവരങ്ങനെയല്ല. കുതർക്കങ്ങൾ, നിരന്തരമായ വിദണ്ഡവാദങ്ങൾ, അത് നമുക്ക് കാണാൻ കഴിയും. ഇന്ന് വളരെ സജീവമായിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിലൊക്കെ ധാരാളമായിട്ട് കാണാം. ഇവർ സത്യാന്വേഷികളല്ല, മറിച്ച് എങ്ങനെ സത്യത്തെ തകർക്കുവാൻ കഴിയും എന്നതിനെ സംബന്ധിച്ച് ഗവേഷണം നടത്തുന്ന ആളുകളാണ്. അവർ മുന്നോട്ട് വെക്കുന്ന വാദങ്ങളോട് ഇങ്ങനെ പറയേണ്ടതുള്ളൂ. എന്താ പറയേണ്ടത്? ഒന്ന്, അല്ലാഹു അഅലമു ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് ഏറ്റവും നന്നായിട്ട് റബ്ബിനറിയാം, അല്ലാഹു അറിയുന്നവനാണ്. രണ്ട്, അല്ലാഹു നിങ്ങളുടെ ഈ കാര്യങ്ങളെ സംബന്ധിച്ച്, നിങ്ങൾ ഭിന്നിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളിൽ അന്ത്യനാളിൽ തീർപ്പ് കൽപ്പിക്കും. എന്നിട്ട് ചോദിക്കുകയാണ്, അലം തഅലം അന്നല്ലാഹ യഅലമു മാ ഫിസ്സമാഇ വൽ അർള് ഇന്ന ദാലിക ഫീ കിതാബ് ഇന്ന ദാലിക അലല്ലാഹി യസീർ. എന്നിട്ട് അള്ളാഹുവിൻ്റെ അറിവുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയാം. ഇതൊക്കെ ഇങ്ങനെ അറിയാത്ത ആൾക്കാരൊന്നുമല്ല, ഇതൊക്കെ സംഭവിക്കും, അള്ളാഹുവിനറിയാം. അലം തഅലം, നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ, നിനക്കറിയില്ലേ? അന്നല്ലാഹ യഅലമു മാ ഫിസ്സമാഇ വൽ അർള്, അള്ളാഹു അറിയുന്നവനാണെന്ന്. മാ ഫിസ്സമാഇ വൽ അർള്, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതെല്ലാം അറിയുന്നവനാണ് അള്ളാഹു എന്ന് നിനക്കറിയില്ലേ എന്നാണ് ചോദിക്കുന്നത്. അലം തഅലം അന്നല്ലാഹ യഅലമു മാ ഫിസ്സമാഇ വൽ അർള്, അതൊരു വാക്ക് മാത്രമല്ല കേട്ടോ. ഈ സമാ വൽ അർളിലുള്ള കാര്യങ്ങളൊക്കെ അറിയുക എന്ന് പറഞ്ഞാൽ എന്താണ് ആ പറഞ്ഞത്? അതിലില്ലാത്തൊന്നും ഇപ്പം നമുക്കും അറിയില്ലല്ലോ. നമുക്കൊന്നും അറിയില്ല. നമുക്കറിയുന്നത് അതിൻ്റെ വളരെ 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 ചെറിയ ഒരംശത്തിൻ്റെ അംശം മാത്രമേ നമുക്കൊക്കെ അറിയൂ, വളരെ ചെറുത്. ആകാശങ്ങളിലുള്ളത് എന്തൊക്കെയാണ്, എത്ര ഗ്രഹങ്ങളുണ്ട്, എത്ര നക്ഷത്രങ്ങളുണ്ട്, ഒന്നും നമുക്കറിയില്ല, എണ്ണാൻ കഴിയില്ല. നമുക്ക് ആകെ സൂര്യന് ചുറ്റുമുള്ള ഗ്രഹങ്ങളെ സംബന്ധിച്ച് മാത്രം, സൗരയൂഥം എന്ന് പറയുന്ന സംഗതി മാത്രമേ അതിനെപ്പറ്റി കുറച്ചെങ്കിലും നമുക്കറിയാം, വളരെ കുറച്ച്. നമ്മുടെ തൊട്ടടുത്ത് വേറെ ഏതെങ്കിലും ഗ്രഹത്തിൽ എന്താ നടക്കുന്നത് നമുക്കാരും പഠിക്കാൻ പറ്റിയില്ല. അവിടെ എന്താണ് അവസ്ഥ, ആളുകളുണ്ടോ അറിയില്ല നമുക്ക്. വളരെ വിശാലമായി ഈ പ്രപഞ്ചത്തിലുള്ള സകലതും അറിയുന്നു അല്ലാഹു. നോക്ക്, ചോദിക്കുന്നതാണ് അലം തഅലം, നിനക്കറിയില്ലേ? അന്നല്ലാഹ യഅലമു മാ ഫിസ്സമാഇ വൽ അർള്, ആകാശത്തുള്ളത് ഭൂമിയിലുള്ളതെല്ലാം അറിയുന്നവനാണ് അല്ലാഹു. പടച്ച റബ്ബേ, ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മളൊക്കെ ഓരോ ജീവിതത്തിൽ പല കാര്യങ്ങളും ചിലപ്പോൾ വലിയ, നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ആധുനികമായ സംവിധാനങ്ങളുടെ ഈ കാലത്ത് പോലും പലതും ഇന്നും കണ്ടെത്താതെ കിടക്കില്ലേ? നമ്മുടെ വിമാനാപകടങ്ങളുമായി ബന്ധപ്പെട്ട ചരിത്രം പരിശോധിച്ച് നോക്കുക.
വിമാനാപകടങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പം നമ്മൾ അടുത്തൊരു വിമാനാപകടം ഉണ്ടായില്ലേ, ആ ചരിത്രം മാത്രം എടുത്തു നോക്കുക. അതിൻ്റെ എത്ര ലോകത്ത് നടന്ന വിമാനാപകടങ്ങൾ, അതിൻ്റെ കാരണങ്ങൾ. ചിലതിനെ സംബന്ധിച്ച് എവിടെയാ വിമാനം ഉള്ളതെന്ന് കാണാൻ പറ്റിയില്ല. വിമാനം എവിടെ പോയി? അത് 1-2 ആൾക്കാരൊന്നുമല്ല, 200-ലധികം യാത്രക്കാരുമായി പുറപ്പെട്ട വിമാനം എവിടെയാ പോയത്? ഒരു വലിയ സാധനം ഇങ്ങനെ അപ്രത്യക്ഷമാകുന്നത് നമ്മുടെ എല്ലാ കണ്ണുകളും വെച്ച് തുറന്നു വെച്ചിട്ടും കാണാൻ പറ്റിയില്ല. വർഷങ്ങളോളം തിരച്ചിൽ നടത്തി, മനുഷ്യന് സാധ്യമാവുന്ന എല്ലാ സങ്കേതങ്ങളും ഉപയോഗിച്ചുകൊണ്ട് കണ്ടെത്താൻ പറ്റിയില്ല, എവിടെയെന്നറിയില്ല. അങ്ങനെ എന്തെല്ലാം പടച്ചവൻ പറയാണ് നോക്ക്. അലം തഅലം അന്നല്ലാഹ യഅലമു മാ ഫിസ്സമാഇ വൽ അർള്. നിനക്കറിയില്ലേ അള്ളാഹു ഈ ആകാശങ്ങളിലും ഭൂമിയും ഉള്ളതെല്ലാം തന്നെ അറിയുന്നവനാണെന്ന്? എല്ലാം അറിയാം. നമ്മളിവിടെ കൂടുന്നത്, നമ്മുടെ മനസ്സിലുള്ളത് എല്ലാം അറിയുന്നവനാണ് അള്ളാഹു. ആ അള്ളാഹുവിൻ്റെ അറിവിനെ സംബന്ധിച്ച് വീണ്ടും പറയുന്നു, ഇന്ന ദാലിക ഫി കിതാബ്, നിശ്ചയമായും ഇത് കിതാബിലുണ്ട്. വെറുതെ അറിയല്ല, വളരെ കൃത്യമാണ്, രേഖയുള്ള അറിവാ. അങ്ങനെ 2 സംഗതിയുണ്ട്. വെറുതെ കേട്ടറിവൊന്നുമല്ല, രേഖപ്പെടുത്തതാണ്, വളരെ കൃത്യമായി രേഖപ്പെടുത്തപ്പെടും. ഇന്ന ഫീ ദാലിക കിതാബ്, ഇന്ന ദാലിക ഫീ കിതാബ്, ഇന്ന ദാലിക അലല്ലാഹി യസീർ. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത്, അള്ളാഹുവിന് ഇത് യസീറാണ്. യസീർ എന്നാൽ വളരെ നിസ്സാരമാണ്, എളുപ്പമാണ്, ഈസിയാണ് അള്ളാഹുവിന്. നമുക്ക് അസീർ, നമുക്ക് ചെറിയൊരു കാര്യം പോലും മനസ്സിലാക്കാൻ എന്തൊരു പാടാണ് അല്ലേ? എത്ര നമുക്ക് അറിയാത്ത കാര്യങ്ങളാണ് എത്രയോ കൂടുതലുള്ളത്, അറിയുന്നത് വളരെ 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 കുറച്ച്. പടച്ചറബ് പറയാണ് ആകാശങ്ങളിലുള്ളത്, ഈ ആകാശം സമാ എന്ന് പറഞ്ഞാൽ എവിടെയാവാത്, അർള് ഭൂമിയിലുമുള്ളതെല്ലാം തന്നെ അവൻ അറിയുന്നു. ഇനി അതിൽ പെടാത്തൊന്നുമില്ല എന്നിട്ട് പറയുന്നു. അതൊക്കെ അറിയൽ മാത്രമല്ല, കിതാബ് രേഖയിലുണ്ട്. വ്യത്യസ്ത ഹദീസുകൾ കാണാം. ആദ്യമായിട്ട് അള്ളാഹു സൃഷ്ടിച്ചത് പേനയാണ് എന്നൊരു ഇത് കാണാം. പേന ചോദിച്ചു, ഞാൻ എന്താണ് എഴുതേണ്ടത്? അള്ളാഹു പറഞ്ഞു, ഈ ഭൂമിയിലുള്ളത് എല്ലാം രേഖപ്പെടുത്തുക, ആ പ്രപഞ്ചത്തിലുള്ളത് നടക്കാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തുക, എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തുക. അത് നമ്മൾ പറയാം, നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിവുള്ളവനാണ് അള്ളാഹു. ഈ അറിവ് എന്ന് പറഞ്ഞാൽ ഇന്നതേ സംഭവിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറ്റിയോ നമ്മൾ ചോദിക്കും. നമുക്കറിയില്ല എന്താ സംഭവിക്കുക, നാളെ ഇപ്പം എന്താ സംഭവിക്കുക എന്നറിയില്ല. നമ്മൾ വിചാരിച്ച രൂപത്തിൽ അങ്ങനെ സംഭവിച്ചോ എന്ന് പടച്ചവൻ ഒരിക്കലും അങ്ങനെ ചോദിക്കൂല. അങ്ങനെ ആവുമ്പോൾ പടച്ചവൻ ആവൂലല്ലോ. അള്ളാഹു ആവണമെങ്കിൽ, ദൈവമാവണമെങ്കിൽ എന്ത് ഈ ദുനിയാവിൽ എന്നും, ഇന്നലെ മാത്രമല്ല ഇന്ന് മാത്രമല്ല നാളെയും എന്ത് സംഭവിക്കുമെന്ന് കൃത്യമായിട്ട് അറിവുള്ളവനാണ് അള്ളാഹു. അതാണ് അലം യഅലം അലം തഅലം അന്നല്ലാഹ യഅലമു മാ ഫിസ് സമാഇ വൽ അർള് ഇന്ന ദാലിക ഫീ കിതാബ്. നിശ്ചയമായും അതൊക്കെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെട്ടതാണ്. ഇന്ന ദാലിക അലല്ലാഹി യസീർ, അള്ളാഹുവിനത് വളരെ എളുപ്പമാണ്. അപ്പോൾ അള്ളാഹു ഈ ഒരു സംഗതി തർക്കത്തിന് വരുന്ന ആളുകളോട്, കുതർക്കത്തിന് വരുമ്പോൾ എങ്ങനെ അവരോട് പെരുമാറണം എന്ന് പറയുന്നത് ഇവിടെ മാത്രമല്ല, വേറെ സ്ഥലങ്ങളിൽ അള്ളാഹു പറയുന്നുണ്ട്. ഇൻ കദ്ദബൂക ഫഖുൽ ലീ അമലി വലക്കും അമലുക്കും അൻതും ബരീഊന മിമ്മാ അഅമൽ വ അന ബരീഉം മിമ്മാ തഅമലൂൻ. ഒരു സ്ഥലത്ത് അങ്ങനെയാണ് പറയുന്നത്. എന്താ പറഞ്ഞതെന്നറിയോ? അവർ താങ്കളെ കളവാക്കുകയാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞേക്കും, ലീ അമലി വലക്കും അമലുക്കും, എനിക്ക് എൻ്റെ ജോലികളുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ജോലികളുമുണ്ട്. എന്നിട്ടോ നിങ്ങളുടെ അമൽ നിങ്ങൾക്ക് ചെയ്യാം, ഞാൻ എൻ്റെ അമൽ ചെയ്യാം. അൻതും ബരീഊന മിമ്മ അമൽ, ഞാൻ ചെയ്യുന്നതിനെ പറ്റി നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ നിരപരാധികളാണ്, നിങ്ങളോട് ചോദിക്കൂല. മാത്രമല്ല നിങ്ങൾ ചെയ്യുന്നതിനെ പറ്റി എന്നോട് ചോദിക്കൂല. അതുകൊണ്ട് ഞാൻ ബലിയറക്കുകയെ സുന്നത്ത് കഴിക്കുകയെ എന്താ ചെയ്തോളാം. നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് ഉത്തരവാദിത്തമില്ല, എൻ്റെ കാര്യത്തിൽ നിങ്ങളോടും ചോദിക്കൂല എന്ന് പറയാനാണ് ഒരിടത്ത് പറഞ്ഞത്. വേറെ സ്ഥലങ്ങൾ അതേപോലുള്ള ആയത്തുകൾ കാണാൻ കഴിയും. ഈ കുതർക്കങ്ങളുമായി വരുന്ന ആളുകളെ ഏത് രൂപത്തിൽ നേരിടാം എന്നുള്ള ഇനി പറയുന്നുണ്ട്. തുടർച്ചുള്ള ബാക്കിയുള്ള ആയത്തുകളിലും അത് തന്നെയാണ് പറയും. നോക്ക്, വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി മാ ലം യുനസ്സിൽ ബിഹി സുൽത്താന വമാ ലൈസ ലഹും ബിഹി ഇൽം വമാ ലിൽളാലിമീന മിൻ നസീർ. ഈ ആളുകളുണ്ടല്ലോ, പടച്ചറബിനെ അംഗീകരിക്കാൻ കൂട്ടാക്കാതെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ഈ ദീനിനെയും ശരീഅത്തിനൊക്കെ തള്ളിക്കളയുന്ന ആളുകൾ, അവരെന്തിനാ പിന്നെ പൂജിക്കുന്നത്? അവരേത് ആരാധനാക്രമമാണ് തുടരുന്നത്?
വയഅ്ബുദൂന മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിനെ കൂടാതെ മറ്റ് ഇബാദത്തുകൾ, മറ്റുള്ളവർക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നവർ. യഅ്ബുദൂന മിൻ ദൂനില്ലാഹ് മാ ലം യുനസ്സിൽ ബിഹി സുൽത്താന. എന്തിനാണ് അവർ പൂജിക്കുന്നത്? അവർ ഇബാദത്ത് ചെയ്യുന്നതിന് ലം യുനസ്സിൽ ബിഹി സുൽത്താന, ഒരു സുൽത്താനും ഇറക്കപ്പെട്ടിട്ടില്ല. സുൽത്താൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രമാണം, ഒരു ന്യായം എന്നൊക്കെ പറയാം, ഒരു അധികാരം എന്നൊക്കെ സുൽത്താൻ അർത്ഥമുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവർ ആരാധിക്കുന്നതിന് അള്ളാഹു അല്ലാതെ പലതിനെയും ഇവർ പൂജിച്ചു കൊണ്ടിരിക്കുന്നു, ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, സമർപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ആ സമർപ്പണത്തിന്, ആ ആരാധനക്ക് എന്തെങ്കിലും തെളിവുണ്ടോ? ഇല്ല. മാലം യുനസ്സിൽ ബിഹി സുൽത്താന, അവൻ യാതൊരു തെളിവും ഇറക്കിയിട്ടില്ലാത്ത, ന്യായവും ഇറക്കിയിട്ടില്ലാത്തവയെ അവർ പൂജിക്കുന്നു. വമാ ലൈസ ലഹും ബിഹി ഇൽമ, അതല്ലെങ്കിൽ അവർക്കില്ല. വമാ ലൈസ ലഹും, അവർക്കില്ല തന്നെ, ബിഹി ഇതിനെ സംബന്ധിച്ച് ഇൽമുൻ, ഒരു ഇൽമ് ഇല്ല. ഇൽമ് ഒരു നോളജ്, അതിനെ സംബന്ധിച്ച് ഒരു ശാസ്ത്രീയ ഇൽമ് സയൻസിന് പറയും. ഒരു സയൻസും അവരുടെ കയ്യിലില്ല. ഏതിനുള്ള സയൻസാ? അള്ളാഹു അല്ലാതെയും വേറെ ദൈവങ്ങളുണ്ട് എന്നുള്ളതിന് ഒരു ശാസ്ത്രീയമായ തെളിവും അവരുടെ കയ്യിലില്ല. സയൻസ് എന്ന് പറഞ്ഞാൽ, ഇൽമ് എന്ന് പറഞ്ഞാൽ നമുക്ക് നിരീക്ഷിച്ച് പഠിച്ച് അറിയാൻ കഴിയുന്ന സംഗതിയാണല്ലോ. ഒന്നും പറയാനില്ല. എന്നാൽ വേണ്ട ദൈവികമായ എന്തെങ്കിലും പ്രമാണം, അതുമില്ല. ഈ രണ്ടു കാര്യമില്ല. ബുദ്ധിപരമായ തെളിവ് അവർക്കില്ല, അതുപോലെ തന്നെയാണ് ദൈവികമായ ഒരു പ്രമാണവും അവരുടെ കയ്യിലില്ല. അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് ഇവർ പൂജിച്ചു കൊണ്ടിരിക്കുന്നത്. യഅ്ബുദൂന മിൻ ദൂനില്ലാഹ് മാ ലം യുനസ്സിൽ ബിഹി സുൽത്താന വമാ ലൈസ ലഹും ബിഹി ഇൽമ്. പിന്നെ എന്താ അവർക്കുള്ളതെന്നറിയോ? ആകെ അവരുടെ അടുത്തുള്ളത്, ഇത് കാലങ്ങളായിട്ട് ഞങ്ങളുടെ നാട്ടുകാർ ആചരിച്ചു വരുന്നതാണ്, കാലങ്ങളായിട്ട് ഞങ്ങളുടെ പൂർവികരൊക്കെ കൊണ്ടു നടക്കുന്നതാണ്, ഇതിനെ തൊടാൻ ഞങ്ങൾ സമ്മതിക്കില്ല, ഇതിനെ കാത്ത് സംരക്ഷിക്കുക എന്നുള്ള ഞങ്ങളുടെ ജീവിത ദൗത്യമാണ് എന്നൊക്കെ പറയണവർ. അതാണ് മാ അൽഫൈന അബാഅന, ഞങ്ങൾ കണ്ട ഞങ്ങളുടെ പിതാക്കന്മാർ, ഞങ്ങളുടെ പൂർവികന്മാർ, ഞങ്ങളുടെ കാരണവന്മാർ അവർ കൊണ്ടു നടന്ന ആ സംഗതി ഞങ്ങൾ കൈവിടുന്ന പ്രശ്നമില്ല. ഇത് മാത്രമാണ് അവർക്ക് പറയാനുള്ളത്. അത് ഇൽമല്ല, അതിന് ഒരു സുൽത്താനുമില്ല, ഒരു ന്യായവും പ്രമാണവുമില്ല, ഒരു തരത്തിൽപ്പെട്ട തെളിവുമില്ല, ബുദ്ധിപരമായ ഒരു അടിത്തറയും അതിനില്ല. വമാലിൽ ളാലിമീന മിൻ നസീർ. ഇനി ഇവരെന്തിനാ കൊണ്ടു നടക്കുന്നത്? സഹായം കിട്ടാനല്ലേ. എല്ലാം അവിടെ പോയിട്ടാണ് പറയുന്നത്. മക്കളില്ല, അവിടെ പോയി പറയാണ്. രോഗം വന്നു, സുഖപ്പെടുത്താൻ അവിടെ പോയി പറയാണ്. സാമ്പത്തികമായി നഷ്ടം സംഭവിച്ചു, സമ്പത്ത് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ പോവാണ്. എല്ലാ കാര്യങ്ങളും ഇവരുടെ അടുത്ത് പോവാ. അള്ളാഹു പറയാണ് വമാലിൽ ളാലിമീന മിൻ നസീർ. ഈ അക്രമികൾക്കില്ല. അക്രമികൾ എന്നവരെ പറയുന്നത് കടുത്ത ലുൽമാണ്. ഇന്ന ശിർക ലദുൽമുൻ അളീം. ഈ ളാലിമുകൾ, ഈ കടുത്ത അതിക്രമം ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് മാ മിൻ നസീർ, ഒരു സഹായിയുമില്ല. ഇവർ സഹായം പ്രതീക്ഷിക്കുകയാണ്. സഹായിക്കും എന്നാണ് ഇവരുടെ പ്രതീക്ഷ. ഒരു സഹായമില്ല. സൂറത്ത് യാസീനിൽ പറയുന്നില്ലല്ലോ അല്ലേ? അള്ളാഹു പറയുന്നുണ്ട് വത്തഖദൂ മിൻ ദൂനില്ലാഹി ആലിഹതൻ ലഅല്ലകും യുൻസറൂൻ ലാ യസ്തതിഊന നസ്റഹും വഹും ലഹും ജുന്ദും മുഹ്ളറൂൻ. അള്ളാഹു അല്ലാത്തവരെ ഇവർ ആരാധ്യരാക്കുന്നു. വത്തഖദൂ മിൻ ദൂനില്ലാഹി ആലിഹതൻ, ഇലാഹുകളായി വരിക്കുന്നു. ലഅല്ലകും യുൻസറൂൻ, സഹായിക്കപ്പെടുന്നുള്ള പ്രതീക്ഷയിലാണ്. തങ്ങളെ സഹായിക്കും, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അവിടെയും ഇവിടെയൊക്കെ പോകുന്നത്. അത് മുശ്രിക്കുകൾ എന്ന് പറഞ്ഞാൽ ഈ ഇസ്ലാമിലല്ലാത്ത ആളുകൾ മാത്രമൊന്നുമല്ല, മുസ്ലിം സമുദായത്തിൻ്റെ ഉള്ളിൽ തന്നെ ചില ആൾക്കാരുണ്ടാവും. സഹായം കിട്ടാൻ ആ ദർഗയിൽ പോവുക, ഈ ഷെയ്ഖിനെ വിളിക്കുക, മറ്റേ വലിയനോട് പറയുക. അള്ളാഹു പറയും വത്തഖദൂ മിൻ ദൂനില്ലാഹി ആലിഹതൻ ലഅല്ലകും യുൻസറൂൻ, സഹായിക്കപ്പെടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റുള്ളവരെ പൂജിക്കുന്ന ആളുകൾ. ലാ യസ്തതിഊന നസ്റഹും വഹും ലഹും ജുന്ദും മുഹ്ളറൂൻ. ഇവർ വിളിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടല്ലോ, ജീവനുള്ളതോ ഇല്ലാത്തതോ, അല്ലെങ്കിൽ നേരത്തെ മരിച്ചുപോയ മഹാന്മാരോ കല്ലോ മരമോ എന്തോ ആവട്ടെ, അവയ്ക്കൊന്നും ഇവരെ സഹായിക്കാൻ ആവില്ല. ലാ യസ്തതിഊന നസ്റഹും എന്ന് മാത്രമല്ല വഹും ലഹും ജുന്ദും മുഹ്ളറൂൻ, ഇപ്പറഞ്ഞ ആളുകളെ സഹായിക്കാൻ ഇവർ വേണം. വളരെ എന്തൊരു മനോഹരമായ ഉദാഹരണം എന്നറിയുള്ളൂ. ആൾ ദൈവങ്ങൾ നിങ്ങളുടെ മുമ്പിലും സങ്കല്പിച്ച് നോക്കൂ. നിങ്ങൾ എങ്ങനെ ഒരു മനുഷ്യൻ ദൈവമായി മാറുന്നത്? നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിക്കുന്ന ആൾ ദൈവങ്ങളുണ്ട് അല്ലേ? ആളുകളൊക്കെ അവിടെ ചെന്നിട്ട് പല രൂപത്തിൽ കൈകൂപ്പി കാര്യങ്ങളൊക്കെ അർപ്പിക്കുന്നത് കാണാൻ പറ്റും. അവരുടെ പാദങ്ങളിൽ വീഴുന്നു, അവരുടെ അനുഗ്രഹം തേടുന്നു, തങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും അവിടെ വെച്ച് എല്ലാം പറഞ്ഞിട്ട് അതൊക്കെ തീർത്തു പോരുന്ന ആൾക്കാരുണ്ട്. എന്തെങ്കിലും തീർക്കാൻ പറ്റുമോ?
ഏതെങ്കിലും ഒരു മനുഷ്യനെ ബാധിച്ച ഒന്നും തീർക്കാൻ പറ്റില്ലെന്ന് മാത്രമല്ല, അവരെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ പോലും തീർക്കാൻ അവർക്ക് സാധ്യമല്ല എന്ന് മാത്രമല്ല, ഈ ആൾദൈവങ്ങൾ ആൾദൈവമായി നിൽക്കാനുള്ള കാരണം എന്താണെന്നറിയോ? ഈ പാവങ്ങൾ ഇങ്ങനെ അവരെ പൂജിക്കാനുള്ളത് കൊണ്ടാണ്. അവരെന്നാണോ ആശ്രമത്തിലേക്ക് പോവാതിരിക്കുന്നത്, അവരുടെ ആ ഗാഹുകളിലേക്ക് പോവാതിരിക്കുന്നത്, അതോടുകൂടി ദൈവം ഇല്ലാതെയായി. ഈ ആൾക്കാരുള്ള വഹും ലഹും ജുന്ദും മുഹ്ലറൂൻ, ഈ ആളുകളാണ് അവരുടെ കാവൽക്കാരായി നിൽക്കുന്നത്. മനുഷ്യന്മാരെ ഉപജീവിച്ചുകൊണ്ടുള്ള ദൈവം അതല്ല ഇസ്ലാം, അള്ളാഹു എന്ന് പറയുന്നത്. ഇസ്ലാം പറയുന്ന ദൈവം എന്ന് പറയുന്നത് എല്ലാത്തിനും മികച്ച് ഒരു മനുഷ്യൻ്റെയും ആശ്രയം ആവശ്യമില്ലാത്തവനാണ്. ലം യലിദ് വലം യൂലദ് വലം യകുല്ലഹു കുഫുവൻ അഹദ്, അല്ലാഹു സമദ്. ആദ്യം പറയുന്നതാ, അള്ളാഹു ഒരാളുടെയും ആശ്രയം ആവശ്യമില്ലാത്തവൻ, അസ്സമദ്. ലം യലിദ് വലം യൂലദ് വലം യകുല്ലഹു കുഫുവൻ അഹദ്. ഇതാണ് അടിത്തറ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സൂറത്ത് ഇഖ്ലാസിനെ അത് വിശുദ്ധ ഖുർആൻ്റെ 1/3 തുല്യമാണ് എന്ന് പറയുന്നത്. അതിൻ്റെ സത്തയാണത്. അതുകൊണ്ട് ഇവിടെ പറയാണ്, ഈ ആളുകൾ വിചാരിച്ച് സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരൊന്നും ഇവരെ സഹായിക്കുകയില്ല. വമാലിൽ ളാലിമീന മിൻ നസീർ, അവർക്ക് ഈ അക്രമികൾക്ക് യാതൊരു തരത്തിൽപ്പെട്ട സഹായവുമില്ല. ഇനി പറഞ്ഞു നോക്ക്, വീണ്ടും ഈ ആളുകൾ, സത്യനിഷേധികളായ ആളുകൾ, അള്ളാഹുവിൻ്റെ കൂടെ വേറെയും ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളോട് ഇങ്ങനെ പറഞ്ഞു നോക്കിയാൽ എന്താ നോക്ക്. വഇദാ തുത്ലാ അലൈഹിം ആയാതുനാ ബയ്യിനാതിൻ തഅരിഫു ഫീ വുജൂഹിൽ ലദീന കഫറുൽ മുൻകർ യകാദൂന യസ്തൂന ബില്ലദീന യത്ലൂന അലൈഹിം ആയാതിനാ ഖുൽ അഫഉനബ്ബിഉകും ബിശർരിൻ മിൻ ദാലികും അന്നാറു വഅദഹല്ലാഹുല്ലദീന കഫറൂ വബിഅ്സൽ മസീർ. ഈ ആളുകളുടെ മേലെ ഓതി കേൾപ്പിച്ചാൽ, വഇദാ തുത്ലാ അലൈഹിം ആയാതുനാ ബയ്യിനാതിൻ, എന്താ നോക്ക്, വഇദാ തുത്ലാ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ, നിങ്ങൾ പാരായണം ചെയ്താൽ, അവരെ വിളിച്ച് പറഞ്ഞു കൊടുത്താൽ, വഇദാ തുത്ലാ അലൈഹിം എന്ത്, ആയാതുനാ ബയ്യിനാതിൻ, നമ്മുടെ വളരെ സുവ്യക്തമായ ആയത്തുകൾ, ഈ ദൃഷ്ടാന്തങ്ങൾ, വിശുദ്ധ ഖുർആനിലെ വാക്യങ്ങൾ ഇവരെ കേൾപ്പിച്ചാൽ എന്താ പറയുന്നറിയോ? നോക്ക്, അവരുടെ ഒരു എക്സ്പ്രഷൻ പറയാണ്, തഅരിഫ്, നിനക്കറിയും, നീ അറിയും, നീ കാണും, മനസ്സിലാക്കും. എന്ത്? ഫി വുജൂഹില്ലദീന കഫറു, അവരുടെ മുഖത്ത്, ഫി വുജൂഹില്ലദീന കഫറുടെ ഒരു എക്സ്പ്രഷനാണ് പറയുന്നത്. അൽ മുൻകർ, അവരുടെ മുഖത്ത് നിനക്ക് കാണാം, നിനക്ക് മനസ്സിലാക്കാം, കണ്ടറിയാം. എന്താണെന്നറിയോ? അൽ മുൻകർ. മുൻകർ എന്നുള്ള പല അർത്ഥമുണ്ട്. മുൻകർ നിഷിദ്ധമായ കാര്യങ്ങൾക്ക് പറയാം, അല്ലേ? എന്താ, തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ, വൃത്തികെട്ട കാര്യങ്ങൾക്ക് പറയാം. നിഷേധം എന്ന് പറയാം, നിഷേധം, നിഷിദ്ധം എന്ന് പറയാം. അല്ലെങ്കിൽ ഭയങ്കരമായ വെറുപ്പ് എന്ന് പറയാം. അരോചകമായത്, ഇതിനൊക്കെ മുൻകർ എന്ന് പറയാം. അരോചകമായത്, വെറുപ്പ്, നിഷിദ്ധം, നിഷേധം എന്നൊക്കെ പറയാം. കോപം എന്ന് പറയാം. എന്താ നോക്കുക, എന്നിട്ട് പറയുന്നത്, ഈ ആളുകളുടെ മുഖത്ത് നിഷേധം കാണാം. ഒരായത്തിങ്ങനെ പറയുമ്പോൾ അതൊക്കെ ഉണ്ടല്ലോ, ഒരു ഭാവമാണത്, പുച്ഛഭാവ. ഇവിടെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണേ. നേർക്കുനേരെ ഈ ആയത്തുകൾ പറയുന്നൊരു സാഹചര്യം മക്കയിലെ മുശ്രിക്കുകളുമായി ബന്ധപ്പെട്ടാണ്. അല്ലെങ്കിൽ അവിടെയുള്ള യഹൂദികളും നസ്വാറാക്കളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെയുള്ള ഒരു വിഭാഗത്തോട് ആയത്ത് കൊടുത്താൽ, ആയത്ത് കേൾപ്പിച്ചാൽ അവരുടെ മുഖത്തുള്ള ഒരു ഭാവ പറയും. ഇന്നും അങ്ങനെ തന്നെയാണ്. ഈ നിഷേധികളുടെ മുഖത്ത് എന്ത് കാണാം? അല്ലദീന കഫറു അൽ മുൻകറ, ഭയങ്കരമായ വെറുപ്പ്, ഭയങ്കര ഭയം, അല്ലെങ്കിൽ പിന്നെ അവരുടെ ഒരു നിഷേധഭാവം അവരുടെ മുഖത്ത് കാണാം. എന്ന് മാത്രമല്ല, അതോട് തീരൂല. യകാദൂന യസ്തൂന ബില്ലദീന യത്ലൂന അലൈഹിം ആയാതിന. കാദ, യകാദു എന്ന് പറഞ്ഞാൽ ഇതാ ആവാറായി എന്നർത്ഥം. യകാദൂന യസ്തൂന, സതാ യസ്തു, ആക്രമം കാണിക്കുക, പരാക്രമം കാണിക്കുക. യസ്തൂന, അവർ ചാടി വീഴുക എന്നൊക്കെ പറയാം, അറ്റാക്ക് ചെയ്യാണ്. യകാദൂന യസ്തൂന ബില്ലദീന യത്ലൂന അലൈഹിം ആയാതിന, അവർക്ക് ഓതി കേൾപ്പിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരോട് സത്യപ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രബോധകരെ ഇവരെ ആക്രമിക്കുവാൻ, ചാടി ആക്രമിക്കുവാൻ, അവരെ കടന്നാക്രമിക്കുവാറായിരിക്കുന്നു. നോക്ക് പറയുന്നത്,
ഒന്ന്, അവർക്ക് ഈ ആയത്തുകൾ ഓതിക്കേൾപ്പിക്കപ്പെട്ടാൽ അവരുടെ മുഖത്തെ ഭാവം കണ്ടാലറിയാം, ഭയങ്കരമായ അഹംഭാവവും ശൗര്യവും വെറുപ്പും നിഷേധവും ഒക്കെ തന്നെ അവരുടെ മുഖത്ത് കാണാം. അതങ്ങനെ നിൽക്കല്ല. അവർ ചിലപ്പോൾ എന്താണ് ഞങ്ങൾ കൈവെട്ടും കാലുവെട്ടും പുഴയിലെറിയും എന്നൊക്കെ പറഞ്ഞ് വരും. നോക്ക്, യകാദൂന യസ്തൂന ബില്ലദീന യത്ലൂന അലൈഹിം ആയാതിന. നമ്മുടെ ആയത്തുകൾ അവരുടെ മേൽ ഓതിക്കേൾപ്പിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഇവർക്ക് പറഞ്ഞു കൊടുക്കുക. ആ പറഞ്ഞു കൊടുക്കുന്ന ആളുകളെ ആക്രമിക്കുവാൻ അവർ മുതിരാറായി. യകാദൂന യസ്തൂൻ, അവർ ആക്രമിക്കാറായിരിക്കുന്നു, ചാടി വീഴാറായിരിക്കുന്നു. ആരുടെ മേല? ബില്ലദീന യത്ലൂന അലൈഹിം ആയാതിന, നമ്മുടെ ആയത്തുകൾ അവർക്ക് ഓതിക്കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ നേരെ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സത്യമാണ് ഈ പ്രവാചകനും അനുചരന്മാരും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. തീർത്തും അവരുടെ കയ്യിലുള്ള അസത്യമാണ്. ഒരു അടിത്തറയുമില്ല, ശാസ്ത്രീയ അടിത്തറ ഇല്ലാത്തത്, ഒരു തരത്തിൽപ്പെട്ട പ്രമാണവുമില്ലാത്തത്, തെളിയിക്കപ്പെടാത്തത് എന്ന് മാത്രമല്ല, ഏതെങ്കിലും കാലത്ത് ലോകത്ത് അവർ കൊണ്ടുവന്ന ആദർശം പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അമ്പേ പരാജയപ്പെട്ടത്. ആ സാധനം കൊണ്ടു നടക്കുന്ന ആളുകളോട് ഇന്നതാണ് സത്യമെന്ന് പ്രമാണത്തിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾ പറഞ്ഞു നോക്കുക. അവരുടെ മുഖത്ത് വമ്പിച്ച നീരസം, വെറുപ്പ്, അഹംഭാവം, നിഷേധഭാവം കാണാം. എന്ന് മാത്രമല്ല, അവർ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുക നമ്മൾ പറയാറുണ്ട്. സമാനമായ സ്വഭാവം ഈ സത്യവിശ്വാസികളുടെ, സത്യപ്രബോധകരുടെ നേരെ പാഞ്ഞടുക്കാറായിട്ടുണ്ട്. യകാദൂന യസ്തൂന ബില്ലദീന യത്ലൂന അലൈഹിം ആയാതിന. അത് അന്ന് മാത്രമല്ല, ഇന്നത്തെ സാഹചര്യത്തിൽ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. സത്യത്തെ സത്യം കൊണ്ട് എതിർക്കാൻ അല്ലെങ്കിൽ നേരിടാൻ സംവാദ രൂപത്തിൽ അവരുടെ അടുത്തൊന്നുമില്ല. പിന്നെ ഉള്ളതെന്താ? ആയുധങ്ങളായിരിക്കും, തെറി വാക്കുകളായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുള്ള എല്ലാ വൃത്തികേടുകളും ഉപയോഗിക്കും. അതിനെ സംബന്ധിച്ചാണ് പറയുന്നത് യകാദൂന യസ്തൂന ബില്ലദീന യത്ലൂന അലൈഹിം ആയാതിന. ഇവരുടെ കയ്യിൽ ശുദ്ധമായൊരു ആദർശം ഉണ്ടെങ്കിൽ സംവാദങ്ങളാണ് നടക്കുക. അതില്ലാതെയാവുമ്പോൾ, ഉത്തരം മുട്ടുമ്പോൾ അവർ കൊഞ്ഞനം കുത്തും. അതാണ് യകാദൂന യസ്തൂന ബില്ലദീന യത്ലൂന അലൈഹിം ആയാതിന. ഖുൽ, പറഞ്ഞേക്ക് അവരോട് ഒരു കാര്യം പറഞ്ഞേക്ക്. എന്താ പറയേണ്ടത്? അഫ ഉനബ്ബിഉകും ബിശർരിം മിൻ ദാലികും, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. അഫ ഉനബ്ബിഉകും, ഞാൻ നിങ്ങൾ അറിയിക്കട്ടെ. ബിശർരിം മിൻ ദാലികും, ഇതിനേക്കാൾ ഷർറ്, ഇതിനേക്കാൾ മോശപ്പെട്ട ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ഇതിനേക്കാൾ മോശമായ ഒരു കാര്യം. എന്താ അത്? അന്നാറു വഅദഹല്ലാഹ് അല്ലദീന കഫറു. അത് തീയാണ്, അഗ്നിയാണ്, നരകമാണ്. അന്നാർ വഅദഹല്ലാഹ്, അള്ളാഹു അത് വാക്ക് പറഞ്ഞിട്ടുണ്ട്, വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്, കരാറ് പറഞ്ഞിട്ടുണ്ട്. ആർക്ക്? അല്ലദീന കഫറു, സത്യനിഷേധികളായ ആളുകൾക്ക് അള്ളാഹു ഉറപ്പിച്ച് ഉണ്ടാവുമെന്ന് പറഞ്ഞിരിക്കുന്ന നരകത്തീയാണത്. എന്താ പറഞ്ഞെന്നറിയോ? ഇവരിങ്ങനെ ഇപ്പം ഭയങ്കരമായി ചൂടാവുകയല്ലേ, സത്യത്തിൻ്റെ നേരെ കുരച്ച് ചാടുകയാണ് അവരോട് കാര്യം പറഞ്ഞേക്ക്. ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന വെറുപ്പിനേക്കാൾ വല്ലാത്തൊരു വെറുപ്പ് വരാനുണ്ട്. ഇത് നിങ്ങളുടെ മുഖത്തുണ്ടാക്കിയ വെറുപ്പുണ്ടല്ലോ, വിരോധമുണ്ടല്ലോ, നിഷേധമുണ്ടല്ലോ, നിങ്ങളുടെ ഭയമുണ്ടല്ലോ, ഇതിനേക്കാൾ ഭയാനകമായ, നിങ്ങൾക്ക് അങ്ങേയറ്റം വെറുപ്പുളവാക്കുന്ന ഒരു കാര്യം വരാനുണ്ട്. അത് നരകമാണ്. അന്നാറു വഅദഹല്ലാഹു ലക്കും വഅദഹല്ലാഹു അല്ലദീന കഫറു. നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്താന്ന് പറയുന്നില്ല, അല്ലദീന കഫറു, നിഷേധികൾക്ക് അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന, അവർക്ക് വേണ്ടിയിട്ട് വാഗ്ദാനം ചെയ്തു വെച്ചിരിക്കുന്ന, ഉറപ്പ് പറഞ്ഞിരിക്കുന്ന ആ നരകമാണ് ഇതിനേക്കാൾ ഭയാനകമായത് എന്ന് പറയാൻ. രണ്ട് രൂപത്തിലാവും. ഒന്ന്, നിങ്ങളുടെ മുഖത്ത് ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ട ഒന്നും അല്ലട്ടോ, അത് കാണുമ്പോൾ ഇതിനേക്കാൾ ഗുരുതരായിരിക്കും. രണ്ട്, നിങ്ങൾ ഇവിടെ ഈ കൊടുക്കുന്ന ശിക്ഷയുണ്ടല്ലോ, ഇതൊന്നും അല്ല, ഇതിനേക്കാൾ മാരകമായൊരു ശിക്ഷ ഈ സത്യനിഷേധികളെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള താക്കീതാണ്. വബിസൽ മസീർ, അവസാനിപ്പിക്കുക. എത്ര മോശമായ മടക്കമാണ് ഇവർക്കുള്ളത്. ബിസൽ മസീർ എന്ന് പറഞ്ഞാൽ എത്ര മോശമായ മസീർ, പര്യവസാനമാണ്. ചെന്നെത്തുന്ന സ്ഥലം എത്ര മോശമാണ്. എത്ര മോശമാണെന്നുള്ള അർത്ഥം. ബിസൽ മസീർ, എത്ര മോശമായ പര്യവസാനമാണ് ഇവർക്കുള്ളതാണ്. അപ്പോൾ 72 വരെയുള്ള ആയത്തിലാണ് നമ്മളെടുത്തത്. ഇന്നെടുത്ത ഭാഗത്ത് കാര്യമായിട്ട് ചർച്ച ചെയ്ത ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരിൽ നിരന്തരമായി ഭത്സനങ്ങൾ, ശകാരങ്ങൾ,
ആരോപണങ്ങൾ, കുതർക്കങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന അവർക്കുള്ള മറുപടിയാണ്. അതിലൊന്ന് പ്രവാചകനോട് പറയാണ്, താങ്കൾ ഇവരോടൊന്നും മറുപടി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഇവർ സത്യം അറിയാൻ വേണ്ടി ചോദിക്കുന്നവരല്ല. ഇവർ പറഞ്ഞില്ലേ, ചോദിച്ചൊരു ചോദ്യത്തിൻ്റെ ഉദാഹരണമാണ് നേരത്തെ പറഞ്ഞത്. എന്താ നിങ്ങൾ ശവം തിന്നാത്തത്? ശവം ദൈവം അറുത്തതല്ലേ? നിങ്ങളറുത്തത് നിങ്ങൾ ഭക്ഷിക്കുകയും ദൈവം അറുത്തത് നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുന്നത് ശരിയാണോ? ഇങ്ങനെയുള്ള കുരുട്ട് ചോദ്യങ്ങളുണ്ടാവുക. അത് അന്ന് മാത്രമല്ല, എക്കാലത്ത് ഉന്നയിച്ചുകൊണ്ടിരിക്കും. അവർ സത്യം അന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളല്ല അത്. സത്യാന്വേഷകരെ എങ്ങനെ പരാജയപ്പെടുത്താം എന്നുള്ളതിൻ്റെ അന്വേഷണമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. അവരോട് ഇത്രയേ പറയേണ്ടതുള്ളൂ. എന്താണ്? നിങ്ങൾ നിങ്ങളുടെ പണിയെടുത്തോ, ഞാൻ എൻ്റെ പണിയെടുക്കും. താങ്കളുടെ പ്രബോധന പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുക. എന്നിട്ട് പറഞ്ഞു, അവരുടെ മുഖത്ത് അള്ളാഹുവിൻ്റെ ആയത്തുകൾ ഇങ്ങനെ ഓതിക്കേൾപ്പിക്കുമ്പോൾ നീരസം, അതിശക്തമായ നിഷേധം, കോപമൊക്കെ നിനക്ക് കാണാം. മാത്രമല്ല, ഒരുപക്ഷെ ഈ പ്രബോധന പ്രവർത്തകരെ അവർ കയ്യേറ്റം ചെയ്യാനൊക്കെ ആയിട്ടുണ്ട്, സാധ്യതയുണ്ട്. അവരോട് പറയുക, ഇതിനേക്കാൾ ഭയാനകമായ ഒരു കാര്യം വരാനുണ്ട്, അത് മഹാനരകത്തെ സംബന്ധിച്ചുള്ള മുന്നറിയിപ്പാണ് എന്ന് പറഞ്ഞിട്ടാണ് അവസാനിപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ അവൻ്റെ വാക്യങ്ങൾ ഏറ്റവും ശരിയായ രൂപത്തിൽ മനസ്സിലാക്കി അതിൽ നിന്ന് കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പടച്ചറബിൻ്റെ തൃപ്തി നേടിക്കൊണ്ട് ജീവിക്കുവാൻ, അങ്ങനെ അള്ളാഹുവിൻ്റെ തൃപ്തി നേടിക്കൊണ്ട് അവനിലേക്ക് യാത്രയാകുവാൻ നമ്മെ എല്ലാവരെയും അവൻ തുണക്കുമാറാവട്ടെ. അപ്പോൾ സൂറത്തുൽ ഹജ്ജ് അതിൻ്റെ അവസാന ഭാഗത്തിലേക്ക് കിടക്കുകയാണ്. ഇൻഷാ അല്ലാഹ് 2 ക്ലാസ്സുകളോടുകൂടെ സൂറത്തുൽ ഹജ്ജ് നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയും. ഏറ്റവും അവസാന ഭാഗത്ത് വളരെ കൂടുതൽ നല്ല നമ്മളൊക്കെ ഉൾക്കൊള്ളേണ്ട സുപ്രധാനമായ നമ്മുടെ ജീവിതം ഏത് രൂപത്തിലാവണം എന്നതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ നിർദ്ദേശങ്ങളാണ് ഈ സൂറത്തിൻ്റെ അവസാന ഭാഗത്ത് ഉൾച്ചേർന്നിട്ടുള്ളത്. അതുകൊണ്ട് മുടങ്ങാതെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പലതരത്തിൽപ്പെട്ട രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന പലരും പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. റഹ്മാൻ റബ്ബ് പ്രയാസം അനുഭവിക്കുന്ന, രോഗം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നമ്മുടെ എല്ലാ സഹോദരങ്ങൾക്കും ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആരോഗ്യവും ആയുസ്സും ഈമാനുമെല്ലാം റഹ്മാൻ റബ്ബേ അവർക്ക് നീ വർദ്ധിപ്പിക്കണമേ നാഥ. മാരകമായ അസുഖങ്ങളിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും നീ കാത്ത് രക്ഷിക്കണമേ റബ്ബേ. റഹ്മാൻ റബ്ബേ, വലിയൊരു സന്തോഷമാണ് നിൻ്റെ വിശുദ്ധ ഖുർആൻ ഞങ്ങൾക്ക് ലഭിച്ചത്, വലിയൊരു അനുഗ്രഹമാണ് റഹ്മാൻ റബ്ബേ. ആ ഖുർആനിനെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുവാൻ, ഉൾക്കൊള്ളുവാൻ, അതിനനുസരിച്ച് ജീവിതത്തിൽ നിൻ്റെ തൃപ്തി നേടുന്ന വിധത്തിൽ മാറ്റങ്ങൾ വരുത്തുവാനും ഞങ്ങൾ നീ തുണക്കണമേ നാഥ. പടച്ചറബേ, ഞങ്ങൾ നീ തിരിച്ചു വിളിക്കുമ്പോൾ സന്തോഷത്തോടുകൂടി നിന്നെ കണ്ടുമുട്ടുള്ള മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേ നാഥ. ഒരാളും സഹായിയായിട്ട് ഇല്ലാത്ത നാളിൽ, ഒരാളും ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ പറയാത്ത നാളിൽ റഹ്മാൻ റബ്ബേ, ഈ പരിശുദ്ധ ഖുർആൻ ഞങ്ങൾക്ക് അനുകൂലമായ സാക്ഷിയാക്കി നീ കൊണ്ടുവരണമേ നാഥ. അള്ളാഹു ഖുർആൻ്റെ കൽപ്പനകൾക്കനുസൃതമായി നിനക്കിഷ്ടപ്പെടുന്ന വിധത്തിലുള്ള ഷഹാദത്തുൽ ഹക്കിൻ്റെ സത്യസാക്ഷ്യത്തിൻ്റെ വഴിയിൽ ജീവിക്കുവാൻ ഞങ്ങൾ നീ തുണക്കണമേ നാഥ. ഞങ്ങളുടെ ഇണകളിൽ നിന്നും ഞങ്ങളുടെ മക്കളിൽ നിന്നും കൺകുളിർമ പ്രദാനം ചെയ്യണമേ റബ്ബേ. സ്വാലിഹികളായ മക്കളെ നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണമേ നാഥ. അള്ളാഹുവെ, ഈ ദീനിൻ്റെ ഇസ്സത്ത് ഉയർത്തിപ്പിടിക്കുന്ന മാതൃക കുടുംബജീവിതം നയിക്കുവാൻ ഞങ്ങൾ നീ തുണക്കണമേ നാഥ. അള്ളാഹുവെ, ദീനിൻ്റെ ഇസ്സത്തിന്, അന്തസ്സിന് കോട്ടം തട്ടുന്ന എല്ലാ പ്രവൃത്തികളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നീ കാത്ത് രക്ഷിക്കണമേ നാഥ. റഹ്മാൻ റബ്ബേ, ഞങ്ങളോട് കരുണ കാണിക്കുന്ന സത്യസന്ധരായ നീതിമാന്മാരായ നല്ല ഭരണാധികാരികളെ നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണമേ റബ്ബേ. അള്ളാഹുയെ, അഴിമതിയുടെയും അതിക്രമത്തിൻ്റെയും വംശീയതയുടെയും വക്താക്കളായ മുഴുവൻ മർദ്ദക ഭരണകൂടങ്ങളിൽ നിന്നും ഞങ്ങളുടെ എല്ലാ നാടുകളിൽ നീ മോചിപ്പിക്കണമേ റബ്ബേ. പടച്ചറബേ, ഫലസ്തീനിൻ്റെ മണ്ണിൽ, ഗസയുടെ മണ്ണിൽ ഓരോ ദിവസവും ഞങ്ങളുടെ എത്രയോ ആളുകൾ, കൊച്ചു കുഞ്ഞുങ്ങളടക്കം നിഷ്കരുണമായി കൊല്ലപ്പെടുകയാണ്. റഹ്മാൻ റബ്ബേ, ഞങ്ങളുടെ സഹോദരങ്ങൾക്ക്, ഗസയുടെ മണ്ണിൽ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വിജയം നൽകി അനുഗ്രഹിക്കണമേ നാഥ. അവരുടെ പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കണമേ റബ്ബേ. അള്ളാഹു, അവർ ജനിച്ച ആ നാട്ടിൽ സ്വതന്ത്രരായിട്ട് അന്തസ്സോടുകൂടെ ജീവിക്കുവാൻ പറ്റിയ സാഹചര്യം അവർക്ക് നീ സൃഷ്ടിക്കണമേ നാഥ. മസ്ജിദുൽ അഖ്സയുടെ വിമോചനത്തിന് വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളുടെ പോരാട്ടത്തെ നീ വിജയിപ്പിക്കണമേ നാഥ. അവരെ നിഷ്കാസനം ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശത്രുക്കളുടെ എല്ലാ കുതന്ത്രങ്ങൾ നീ പരാജയപ്പെടുത്തണമേ റബ്ബേ. റബ്ബന ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ربنا اغفر لنا ذنوبنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها يا رب العالمين. ربنا
تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.